ആർ.എം.പി. എം.എൽ.എ. കെ രമ വീണ്ടും നിയമസഭയിലെത്തിയിരിക്കുകയാണ്. വടകരയിൽ CPM-നെ വീണ്ടും വീഴ്ത്തി കെ രമ അജയയായി സഭയിലെത്തുമ്പോൾ കാത്തിരിക്കുന്നത് എന്ത് റോളായിരിക്കും? കഴിഞ്ഞ 2 ടൈമിലും പ്രതിപക്ഷത്തെ വലിയ ശബ്ദമായി മാറിയ രമ ഇക്കുറി ഭരണപക്ഷത്തിന്റെ ശബ്ദമാകും. അതിലേത് റോളിലാണ് രമ എത്തുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായി കെ രമ ചരിത്രം കുറിക്കുമോ എന്ന ആകാംക്ഷയും അണികൾക്കിടയിലുണ്ട്. ഭൂരിപക്ഷം ഏറെയുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനാണ് സ്പീക്കർ പദവി ലഭിക്കുക എന്നിരിക്കെ വിട്ടുവീഴ്ചകൾക്ക് ഒരുപക്ഷെ പാർട്ടി തയ്യാറായേക്കും. അങ്ങനെ വന്നാൽ CPM കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ ചന്ദ്രശേഖരന്റെ ധർമ്മപത്നി പുതുചരിത്രം കുറിക്കും അങ്ങ് നിയമസഭയിൽ. ആർ.എം.പിയുടെ ആജന്മ ശത്രുവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും MLA ആയി സഭയിൽ മൂലയിൽ ഒതുങ്ങുമ്പോഴാണ് കെ രമ സ്പീക്കർ പദവിക്ക് അരികിൽ നിൽക്കുന്നത്. ഇനി പിണറായിക്കും മറ്റ് സഖാക്കന്മാർക്കും രമയെ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന ഗതികേടിനെ ഓർത്ത് സ്വയം പഴിക്കേണ്ടി വരും. കഴിഞ്ഞ സഭയുടെ കാലത്ത് സ്പീക്കർ പാനലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചില ഇടവേളകളിൽ രമ സഭയെ നയിച്ചിരുന്നു. അന്ന് പക്ഷേ പിണറായി വിജയൻ സഭയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്പീക്കറായി രമ അവതരിക്കുമ്പോൾ സഭയിൽ ഓടി ഒളിക്കാൻ ഇടം മതിയാകാതെ വരും പിണറായി വിജയനും മറ്റ് സഖാക്കന്മാർക്കും. അതേസമയം സ്പീക്കർ പദവി ഇല്ലെങ്കിൽ മന്ത്രി കുപ്പായത്തിലായിരിക്കും രമ എത്തുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വടകര ഉറ്റുനോക്കുന്നത് രമയ്ക്ക് UDF നൽകുന്ന സ്ഥാനമാനങ്ങളിലേക്കാണ്. MLA എന്ന നിലയിലുള്ള പ്രവർത്തനവും വടകരയിലെ UDF RMPI ബന്ധവുമെല്ലാം പരിഗണിക്കുമ്പോൾ രമയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം UDF നൽകാനുള്ള സാധ്യത ഏറെയാണ്. UDF ഇതിന് തയ്യാറാണെന്നുമാണ് വിവരം. അതേസമയം മന്ത്രിസ്ഥാനം RMPI ആവശ്യപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ല. മന്ത്രിസ്ഥാനം മുന്നോട്ട് വെച്ചാൽ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലും RMPI തീരുമാനമെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണ് സൂചന. RMPI നിലവിൽ UDF-ന്റെ ഘടകകക്ഷിയല്ല. അസോസിയേറ്റ് അംഗമെന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഘടകകക്ഷിയല്ലാത്ത നിലയ്ക്ക് മന്ത്രിസ്ഥാനം സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്നതാണ് RMPI നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. മന്ത്രിസ്ഥാനം സ്വീകരിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയോ ഇതിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഒരു വിഭാഗം അണികളും നേതൃത്വവും മന്ത്രിസ്ഥാനം സ്വീകരിക്കണമെന്നും വാദിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നും അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ കഴിയുമെന്നുമാണ് ഇവരുടെ വാദം. ഫലത്തിൽ ഘടകകക്ഷി അല്ലെങ്കിലും ഒഞ്ചിയം, വടകര മേഖലകളിലെ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ RMPI മത്സരിച്ചത് UDF-ഉമായി ചേർന്നാണ്. ഒഞ്ചിയം, ഏറാമല പഞ്ചായത്തുകൾ UDF-ഉം RMPI-യും ഒന്നിച്ചാണ് ഭരിക്കുന്നത്. ഇവിടെ ജനകീയ മുന്നണി എന്ന പേരിൽ മുന്നണി സംവിധാനമായാണ് UDF-ഉം RMPI-യും പ്രവർത്തിക്കുന്നത്. ഈ മുന്നണി സംവിധാനം പക്ഷേ സംസ്ഥാന തലത്തിലില്ല എന്നതാണ് മന്ത്രിക്കുപ്പായം സ്വീകരിക്കുന്നതിൽ നിന്നും തടയുന്ന ഘടകം. മന്ത്രിസ്ഥാനം വേണമെന്നോ വേണ്ടെന്നോ RMPI പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ ഒരു ചർച്ച ഉയരുന്ന സമയത്ത് പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നുമാണ് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു മാധ്യമങ്ങളോട് പറഞ്ഞത്. ആശയക്കുഴപ്പത്തിന്റെ തെളിവായും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും TP-യുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തന്നെ കെ രമ നേടിയ വിജയം വെറും ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, അനീതിക്കെതിരെ പൊരുതുന്ന ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. പ്രിയപ്പെട്ടവന്റെ വേർപാടിന് ശേഷം നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും മറുപടിയായി അവർ ഉയർത്തിയത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. TP-യെ കൊന്ന അതേ മണ്ണിൽ നിന്നും രമ നിയമസഭയിലേക്ക് നടന്നു കയറുമ്പോൾ അതൊരു പ്രസ്ഥാനത്തിന്റെ അഹങ്കാരത്തിന് തിരിച്ചടിയാണ്. അതിന്റെ ഫലമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ കെ രമയെ കൂടുതൽ ആദരണീയ വ്യക്തിത്വമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല.